ഹലോ, ശ്രീയാണേ. ഇന്നെനിക്കൊരു ഓഫ് ഡേ ആണ്. പൊതുവേ ഓഫ് ഡേയ്സിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കും. എൻ്റെ റൂമിൽ നിന്ന് നോക്കിയാലുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൈമാണ് ഈ ഗോൾഡൻ അവർ. ആ സമയത്ത് പുറത്തോട്ട് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. പതിയെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ കുറച്ച് പേരും കൂടി ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സും കൂടി ഞാൻ ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എൻ്റെ ഡ്രോയിങ് ജേർണി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ചെറുപ്പം തൊട്ടേ ഒന്നും വരക്കുന്ന ഒരാളായിരുന്നില്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഡ്രോയിങ് ഒക്കെ ചെയ്തൊരു എന്താ പറയുക, ഒരു എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയില്ലേ, ആ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. ക്ലാസ്സിലൊക്കെ ബോറടിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഓരോരോ ഡ്രോയിങ്സ് വരക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ചുറ്റുമുള്ളവരൊക്കെ അമ്പ് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചാണ് ഞാൻ പിന്നീട് അത് സീരിയസ് ആയിട്ട് എടുത്തു. അങ്ങനെ പിന്നെ പതിയെ ഡ്രോയിങ്സ് ഓരോരുത്തർക്ക് വരച്ചു കൊടുക്കാൻ തുടങ്ങി. സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ യൂട്യൂബ് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഡിജിറ്റലിലോട്ട് കടന്നു. ഡ്രോയിങ് വരച്ചു തുടങ്ങിയതും പ്രാക്ടീസ് ചെയ്തതും ഒക്കെയും പെൻസിലും പേപ്പറും വെച്ചിട്ടായിരുന്നു. പിന്നെ പെൻ ആർട്ട് ചെയ്യുമായിരുന്നു, മണ്ഡലാസ്, അങ്ങനത്തെ സെൻറ്റാങ്കിൾ ആർട്ട്, അതൊക്കെ ട്രൈ ചെയ്യുമായിരുന്നു. പിന്നെ ഡിജിറ്റലിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് അന്ന് എനിക്ക് ടാബൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് എൻ്റെ മൊബൈൽ ഫോണിൽ തന്നെയായിരുന്നു. അപ്പോൾ മൊബൈൽ ഫോണിൽ ഏത് ആപ്പായിരിക്കും നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് തപ്പി അങ്ങനെ കുറച്ച് ആപ്പുകൾ എനിക്ക് കിട്ടിയായിരുന്നു. അതിൽ ഏതൊക്കെ ആപ്പാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അഡോബിൻ്റെ മറ്റേ ഫോട്ടോഷോപ്പ് ഉണ്ടായിരുന്നു, ഇൻഫിനിറ്റ് പെയിൻറ്റർ ഉണ്ടായിരുന്നു, ഐബിസ് പെയിൻറ് ഉണ്ടായിരുന്നു, എക്സ് പെയിൻറ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുവിധപ്പെട്ട ആപ്പുകളെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഞാൻ നേരിട്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ സോഫ്റ്റ്വെയറൊക്കെ ഈ പെയ്ഡ് ആപ്പായിരുന്നു. അപ്പോൾ അന്നേരം എനിക്കത് അഫോർഡ് ചെയ്യാനുള്ള പൈസ ഇല്ലാതിരുന്നത് കൊണ്ടിട്ട് തന്നെ മിക്ക ആപ്പുകളും ഞാൻ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. ഇപ്പോൾ ഈ ഫോട്ടോഷോപ്പൊക്കെ പഠിക്കണം എന്ന് അന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പോസിബിൾ ആയിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്ന അഡോബ് ഇല്ലസ്ട്രേറ്ററൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്കതിലത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അങ്ങനെ അവസാനം ഞാൻ കണ്ടുപിടിച്ചൊരു ആപ്പായിരുന്നു ഇൻഫിനിറ്റ് പെയിൻറ്റർ. ആ ആപ്പ് യൂസ് ചെയ്ത് ഞാൻ ഫോണിൽ തന്നെയാണ് ഡ്രോയിങ് എല്ലാം വരക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ചുറ്റുമുള്ളവരൊക്കെ ചോദിക്കുമായിരുന്നു, ഇതിപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അതൊന്നും കാരണം എൻ്റെ കയ്യിൽ സ്റ്റെൻസിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിരൽ വെച്ചിട്ട് തന്നെയായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പോകെ എനിക്ക് ആ ആപ്പ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് വരക്കാനും ഓരോ കാര്യങ്ങൾ പഠിക്കാനും. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ പോലെ എന്തെങ്കിലും വീഡിയോസ് ഞാൻ എന്തെങ്കിലും ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഐപാഡിൽ ആ ആപ്പില്ല, ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. ആ സെയിം ആപ്പ് ഉപയോഗിച്ച് തന്നെ ഞാൻ പോർട്രേറ്റ്സ് ഒക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ പിന്നീട് എല്ലാവരും ആദ്യം കണ്ടവരൊക്കെ പിന്നീട് കാണുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയായിരുന്നു. കാരണം ഫോണിൽ വിരൽ വെച്ചിട്ട് വരയ്ക്കുന്നത്. അങ്ങനെ ഞാൻ കമ്മീഷനായിട്ട് പോർട്രേറ്റ്സ് ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ കിട്ടിയ പൈസയൊക്കെ കൂട്ടി വെച്ച് അങ്ങനെ കുറേ നാൾ പിന്നെ അല്ലാതെ കുറച്ച് കിട്ടിയ പോക്കറ്റ് മണീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പിന്നീട് ഒരു ഐപാഡ് മേടിക്കുന്നത്. ഐപാഡ് മേടിച്ചെങ്കിലും അതിലും ഞാൻ ഇൻഫിനിറ്റ് പെയിൻറ്റർ തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത് ആദ്യമൊക്കെ. കാരണം പ്രോക്രിയേറ്റ് എപ്പോഴും പെയ്ഡ് ആപ്പാണല്ലോ. പിന്നെ ഞാൻ എൻ്റെ പോക്കറ്റ് മണി കൂട്ടി വെച്ചിട്ട് തന്നെയാണ് പ്രോക്രിയേറ്റ് മേടിക്കുന്നത്. ഞാൻ മേടിക്കുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു 800-900 ആ ഒരു റേഞ്ചിലായിരുന്നു അതിൻ്റെ പ്രൈസ്. ഇപ്പോൾ അതൊക്കെ പ്രൈസ് കൂടിയിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, 1500 ബിലോ ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആപ്പ് സ്റ്റോറിൽ നോക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ പ്രധാന ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആൻഡ്രോയിഡ് ആപ്പിൽ ഇതുപോലെ വരക്കാൻ പറ്റുന്നത് ഏത് ആപ്പാണെന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് പേഴ്സണലി കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇൻഫിനിറ്റ് പെയിൻറ്റർ ആണ്. ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോഴേക്കും ഇൻഫിനിറ്റ് പെയിൻറ്റർ ആപ്പിൻ്റെ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ചെറിയൊരു ട്യൂട്ടോറിയൽ, ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ഫോണിൽ ചെയ്ത് പഠിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം, അല്ലാതെ ടാബ് ഉള്ളവർക്ക് അതിലും ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളൊരു ആപ്പാണ്. അതിൻ്റെ ചില ടൂൾസ് പെയ്ഡ് ആണോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും ഞാൻ യൂസ് ചെയ്തിരുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള വേർഷൻ ആയിരുന്നു. അത് തന്നെ ധാരാളമാണ്. കാരണം ഞാൻ പോർട്രേറ്റ്സ് ഒക്കെ ചെയ്യുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിനത് തന്നെ പെർഫെക്റ്റാണ്, ഓക്കെയാണ്. അതുപോലെ തന്നെ പ്രോക്രിയേറ്റിൻ്റെയും ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.